നമസ്കാരം. വിശുദ്ധ ബൈബിളിൽ പ്രതിപാദിച്ചിട്ടുള്ള ജന്തുജാലങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആന എന്ന ജീവിയാണ്. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യമുണർത്തി. മക്കാബിയരുടെ പുസ്തകത്തിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആനയെ യുദ്ധത്തിന് സജ്ജമാക്കുവാൻ പരിപാലിക്കുന്നതിനെക്കുറിച്ചുള്ള മനോഹരമായ പ്രതിപാദ്യമാണ് ഇത്. ആനയെക്കുറിച്ച് അപ്പോക്രിഫ ഗ്രന്ഥമായ മക്കാബിയരിൽ മാത്രമേ പ്രതിപാദിച്ചിട്ടുള്ളൂ. എന്നാൽ ആനക്കൊമ്പിനെക്കുറിച്ച് വേദപുസ്തകത്തിൽ 13 പരാമർശങ്ങളുണ്ട്. ഭാരതത്തിൽ ആനയെ യുദ്ധത്തിന് ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പേർഷ്യക്കാരും അപ്രകാരം യുദ്ധത്തിന് ആനയെ ഉപയോഗിച്ചിരുന്നു. യൂറോപ്പിൽ ആദ്യമായി ആനയെ യുദ്ധത്തിന് ഉപയോഗിച്ചത് അലക്സാണ്ടർ ചക്രവർത്തിയാണ്. ഗ്രീക്ക് ആധിപത്യത്തിൽ നിന്നും ഇസ്രായേലിന് സ്വാതന്ത്ര്യം നൽകിയ മക്കാബിയരുടെ ചരിത്രം, അതായത് BC 167 മുതൽ 63 വരെ വ്യക്തമാക്കുന്നതാണ് അപ്പോക്രിഫ ഗ്രന്ഥമായ മക്കാബിയർ. അതിൽ 8 തവണ ആനയെപ്പറ്റി പരാമർശം ഉണ്ട്. അവയെല്ലാം യുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലും ആഫ്രിക്കയിലുമാണ് ആനകൾ ധാരാളമുള്ളത്. ആഫ്രിക്കൻ ആനയെ മനുഷ്യർ മെരുക്കിയെടുക്കാറില്ല. അപ്പോൾ ഈ പറഞ്ഞ രാജ്യങ്ങളിലെല്ലാം യുദ്ധാവശ്യത്തിനായി ഇന്ത്യയിൽ നിന്ന് ആനകളെ കൊണ്ടുപോയിരുന്നു എന്ന് വ്യക്തമാണ്. പുരാതന കാലത്തുണ്ടായിരുന്ന അതിശക്തമായ ഒരു വാണിജ്യ ബന്ധത്തിലേക്കാണ് ഈ കാര്യം വിരൽ ചൂണ്ടുന്നത്. ഭാരതവുമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇവിടെ തെളിയിക്കുന്നത്. അന്ത്യോക്യോസ് ആനകളോടുകൂടിയ ഒരു പ്രബല സൈന്യവുമായി ഈജിപ്തിൽ കടന്നു. 1 മക്കാബിയരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യുദ്ധസന്നാഹത്തിൻ്റെ വിശദാംശങ്ങളും ആ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുന്തിരിച്ചാറും മൾബറി നീരും നൽകി അവർ ആനകളുടെ യുദ്ധവീര്യമുണർത്തി. സേനാവ്യൂഹത്തിൽ പലയിടത്തായി അവയെ നിർത്തി. ഓരോ ആനയോടുകൂടെ ഇരുമ്പ് കവചവും പിത്തള തൊപ്പിയും ധരിച്ച 1000 ഭടന്മാരെയും സമർത്ഥരായ 500 കുതിരപ്പടയാളികളെയും നിർത്തിയിരുന്നു. അവർ ആനയുടെ അടുക്കൽ സജ്ജരായി നിന്നു. അത് പോകുന്നിടത്തേക്ക് അവർ അതിനെ വിട്ട് മാറിയില്ല. എത്ര വ്യക്തമായ ഒരു ചിത്രമാണ് മക്കാബിയരുടെ പുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ ആനയുടെ പുറത്ത് തടി കൊണ്ടുള്ള നല്ല ഉറപ്പുള്ള കൂടാരവും ഉണ്ടായിരുന്നു. അവ പ്രത്യേക പടസാധനങ്ങൾ കൊണ്ട് ബന്ധിച്ചിരുന്നു. ഓരോന്നിൻ്റെയും പുറത്ത് 30 ഭടന്മാരും ആനക്കാരും ഉണ്ടായിരുന്നു. ആനകളോടൊപ്പം പാപ്പാന്മാരും ഇന്ത്യയിൽ നിന്ന് പോയിരുന്നു. യുദ്ധാഭ്യാസമുള്ള 32 ആനകൾ എന്ന പരാമർശം ഇവിടെ പ്രത്യേകം പരിശീലനം നൽകിയിരുന്നുവെന്നും ഈ പുസ്തകത്തിൽ അത് വെളിപ്പെടുത്തുന്നുണ്ട്. 120 ആനകളുള്ള സൈന്യമായിരുന്നു അന്ത്യോക്യോസ് മഹാരാജാവിനുണ്ടായിരുന്നത്. BC 8-ാം നൂറ്റാണ്ടോടുകൂടി സിറിയയിൽ ആനകൾക്ക് വംശനാശം സംഭവിച്ചു. ഇത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ആഡംബരത്തിൻ്റെ പ്രതീകമായ ആനക്കൊമ്പ് ഇന്ത്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യപ്പെട്ടിരുന്നു. ശലോമോൻ രാജാവിൻ്റെ തർസീസ് കപ്പലുകൾ 3 സംവത്സരത്തിലൊരിക്കൽ പൊന്ന്, വെള്ളി, ആനക്കൊമ്പ്, കുരങ്ങ്, മയിൽ എന്നിവ കൊണ്ടുവന്നു. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വസ്തുതയാണ്. രാജാവ് ദന്തം കൊണ്ട് ഒരു സിംഹാസനം പണിത് തങ്കം കൊണ്ട് പൊതിഞ്ഞു. ഇത് രാജാക്കന്മാരുടെ പുസ്തകത്തിലെ വിശദീകരണമാണ്. ദന്തമന്ദിരങ്ങളിൽ നിന്ന് കമ്പിനാദം നിന്നെ സന്തോഷിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ ഉള്ള പരാമർശമാണത്. സുഖലോലുപതയോട് പ്രതീകം കൂടിയാണത്. ആഹാബ് രാജാവും ആനക്കൊമ്പ് കൊണ്ട് അരമന പണിയിച്ചുവെന്നും വിലപിടിപ്പുള്ള വസ്തു എന്ന നിലയിൽ ആനക്കൊമ്പ് കപ്പം കൊടുക്കുവാൻ ഉപയോഗിച്ചിരുന്നുവെന്നും ആനക്കൊമ്പ് കൊണ്ടുള്ള അലങ്കാരപ്പണികൾ നൗകകളിൽ ചെയ്തിരുന്നുവെന്നും വെളിപ്പെടുത്തുന്ന ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട്. സുഖലോലുപതയുടെ ആധിക്യത്തിൽ അഹങ്കരിക്കുന്നവർക്കുള്ള താക്കീതുമുണ്ട്. ഞാൻ ഹേമന്തഗ്രഹവും ഗ്രീഷ്മഗ്രഹവും ഒരുപോലെ തകർത്ത് കളയും, ദന്തഭവനങ്ങൾ നശിച്ചു പോകും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത് ആമോസ് പ്രവാചകൻ്റെ പ്രവചനമാണ്. പ്രിയൻ്റെ ഉദരവും പ്രിയയുടെ കഴുത്തും ദന്തനിർമ്മിതം പോലെ എന്നാണ് ഉത്തമഗീതത്തിൽ ശലോമോൻ ഉപമിച്ചിരിക്കുന്നത്. ഇപ്രകാരം വൈവിധ്യമാർന്ന 10-13 പരാമർശങ്ങളിലൂടെ വേദപുസ്തകം ആനക്കൊമ്പിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നുണ്ട്. ഇത് ആനയും ആനക്കൊമ്പും ഒക്കെ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ചെറിയ വിവരം നിങ്ങളുമായി പങ്കുവച്ചു. ഇത് ഇത്രമാത്രം. നന്ദി, നമസ്കാരം.